നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 110 രൂപയുടെ വർധനയാണ് ഇന്നുണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,245 രൂപയായാണ് ഉയർന്നത്. പവന്റെ വിലയിൽ 880 രൂപയുടെ വർധനവുണ്ടായി. 89,960 രൂപയായാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 9,245 രൂപയായാണ് കൂടിയത്. അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായി. ഫെഡറൽ റിസർവ് വായ്പാ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് ആഗോള വിപണിയിൽ വില കുറയ്ക്കുന്ന പ്രധാന ഘടകം. ആഗോള വിപണിയിലെ വിലക്കുറവ് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലും പ്രതിഫലിക്കും. കഴിഞ്ഞ കുറേ ദിവസമായി റെക്കോർഡിലെത്തിയതിനു ശേഷം സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡിന്റെ വില 0.5% ഇടിഞ്ഞ് $4,004 US ഗോൾഡ് ഫ്യൂച്ചർ നിരക്കിൽ വലിയ മാറ്റമില്ല. ഗോൾഡ് ഫ്യൂച്ചർ നിരക്ക് $416.70 തുടരുകയാണ്. ഡോളർ ഇൻഡെക്സ് ഇപ്പോഴും ഉയർന്ന നിരക്കിൽ തുടരുകയാണ്. 3 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കിലാണ് ഡോളർ ഇൻഡെക്സ്. കഴിഞ്ഞ ദിവസം രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ഉയർന്നിരുന്നു. ഗ്രാമിന് 90 രൂപയാണ് ഉച്ചയ്ക്ക് വർദ്ധിച്ചത്. ഇതോടെ 11,135 രൂപയായി. പവന് 720 രൂപ കൂടി 89,080 രൂപയുമായി. 18 ക്യാരറ്റിന് ഗ്രാമിന് 75 രൂപ കൂടി 9,155 രൂപയായി. ഈ മാസം 17-നായിരുന്നു സ്വർണം എക്കാലത്തെയും ഉയർന്ന വിലയായ 97,360 രൂപയിലെത്തിയത്. പിന്നീട് വിപണി ചാഞ്ചാടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം അതിവേഗത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 2015-ൽ 558 മെട്രിക് ടണ്ണായിരുന്നു RBIയുടെ സ്വർണ്ണ ശേഖരം. 2025-ഓടെ 879.58 മെട്രിക് ടണ്ണായി ഉയർന്നു. അതായത് 10 വർഷത്തിനിടയിൽ മാത്രം RBI വാങ്ങിക്കൂട്ടിയത് 321 ടൺ, അതായത് 3,21,000 കിലോ സ്വർണമാണ്. രാജ്യത്തിന്റെ വിദേശ നയ ശേഖരത്തിന്റെ ഘടനയിൽ സ്വർണത്തിന് നൽകിയ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരമുള്ള ഈ വളർച്ച ഇന്ത്യയെ ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരമുള്ള രാജ്യമായി മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ RBI വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ കണക്ക് ഇപ്രകാരമാണ്. ലോക സ്വർണ്ണ കൗൺസിലും RBIയും പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2015-ൽ ഇന്ത്യക്ക് 558 ടൺ സ്വർണ്ണ ശേഖരമുണ്ടായിരുന്നു. ആ സമയത്ത് ലോകത്ത് 10ാമത് സ്ഥാനമായിരുന്നു ഇന്ത്യ. 2016 അവസാനത്തോടെ സ്വർണ്ണശേഖരം 560 ടണ്ണായി. റിസർവ് ബാങ്ക് നടത്തിയ നിത്യേന സ്വർണം വാങ്ങലുകളും നിക്ഷേപ വൈവിധ്യവൽക്കരണ നയവും ഈ വർധനയ്ക്ക് കാരണമായി. 2017-ൽ സ്വർണ്ണശേഖരം 574 ടണ്ണായി ഉയർന്നു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കും മറുപടിയായി റിസർവ് ബാങ്ക് സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു. 2018-ൽ ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 607 ടണ്ണായി ഉയർന്നു. ആഗോള സാമ്പത്തിക അപകട സാധ്യതകൾ കൂടിയ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ പങ്ക് വിദേശ നാണയ ശേഖരത്തിൽ കൂടി. 2019 മാർച്ചിൽ RBIയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 612.56 ടണ്ണായിരുന്നു. ഇതിൽ 292 ടൺ ആഭ്യന്തരമായി സൂക്ഷിച്ചിരിക്കുന്നത്. ബാക്കി ലണ്ടൻ ഓഫ് ഇംഗ്ലണ്ടും BIS, അതായത് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് സംരക്ഷണത്തിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ്. 2020 മാർച്ചിൽ ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 653 ടണ്ണും സെപ്റ്റംബറിൽ 668 ടണ്ണുമായി. ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കണക്കാണിത്. 2021 മാർച്ച് 31-നുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 695.31 ടണ്ണാവും. അതിൽ 403.01 ടൺ വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്നു. 292.30 ടൺ ഇന്ത്യയിൽ തന്നെ. 2021-നോട് താരതമ്യപ്പെടുത്തുമ്പോൾ 65.11 ടൺ വർദ്ധിച്ച് 2022 മാർച്ച് 31-ന് RBIയുടെ സ്വർണ്ണശേഖരം 760.42 ടണ്ണായി. 2023 മാർച്ച് അവസാനം ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 794.64 ടണ്ണായി. ഇതിൽ ചിലത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, BIS എന്നിവയിലെ വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്നു. 2024 ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 822.10 ടണ്ണായി. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം ഇതോടെ ഇന്ത്യ ലോകത്തെ 7ാമത്തെ സ്ഥാനത്തെത്തി. 2025 മാർച്ച് 31-നുള്ള RBI കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണ്ണശേഖരം 879.58 ടണ്ണായി ഉയർന്നു. 2021-ൽ 695.31 ടണ്ണായിരുന്നതിൽ നിന്ന് തുടർച്ചയായ വളർച്ചയിലൂടെ ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപ തന്ത്രം കൂടുതൽ ഉറപ്പിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു. റെക്കോർഡുകൾ ഭേദിച്ച ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിനം വീഴ്ചയിൽ നിന്നും തിരിച്ചുകയറി സ്വർണ്ണവില. കഴിഞ്ഞ ദിവസം 22 ക്യാരറ്റ് സ്വർണത്തിന് പവന് 89,080 എന്ന നിരക്കിലായിരുന്നു വിപണി അവസാനിച്ചത്.
ഇന്നലെ രാവിലെ 88,360 പവന്റെ നിരക്ക്. സമീപ ദിനങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 89,080 വിലയെത്തി. ഈ വർധനവിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഒറ്റയടിക്ക് 880 രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 89,960 എന്നതിലേക്ക് എത്തി. ആഗോള വിപണിയിലെ വില ട്രോയ് ഔൺസിന് 4,000 നിന്ന് $4,044 ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില വർദ്ധിക്കുന്നത്. അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നടപടിക്ക് പിന്നാലെയാണ് വില മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആഗോള വിപണിയിലെ വില ലാഭമെടുപ്പിനെ തുടർന്ന് വില വീണ്ടും $3,999 താഴ്ന്നിട്ടുണ്ട്. ഇതേ ട്രെൻഡ് നിലനിന്നാൽ കേരളത്തിലെ വില ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ താഴ്ന്നേക്കാം. ഇന്നത്തെ വർധനവോടെ വില വീണ്ടും ഉയരുമോ എന്ന ആശങ്കയും ശക്തമായിരിക്കുകയാണ്. ഒക്ടോബറിന്റെ അവസാനം നേരിയ ഇടിവ് ഉണ്ടായെങ്കിലും വരാനിരിക്കുന്ന 2 മാസങ്ങളിലും സ്വർണ്ണവില മുന്നോട്ട് തന്നെ കയറിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. വിവാഹ സീസണും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും ആരംഭിക്കുന്ന സമയമാണ് എന്നതും വില വർധനവിന് അനുകൂല ഘടകങ്ങളാണ്. സ്വർണ്ണവില മുന്നോട്ട് കുതിച്ചതോടെ ഇന്ത്യയിൽ ഉത്സവകാല സ്വർണ്ണ ഡിമാൻഡ് 16% ഇടിഞ്ഞെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആഗോളതലത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇപ്പോഴും ശക്തമാണ്. US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ നയം, ഡോളറിന്റെ ദൗർബല്യം, റഷ്യ യുക്രൈൻ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾ, ചൈന US വ്യാപാര യുദ്ധം തുടങ്ങിയ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി ഉയർത്തിക്കാട്ടുന്നു. ലോകത്തെ പ്രമുഖ സെൻട്രൽ ബാങ്കുകൾ, പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയും സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതും വിലയെ താങ്ങി നിർത്തുന്നു. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ സ്ഥാപനങ്ങൾ 2026 മധ്യത്തോടെ 1 ഔൺസ് സ്വർണത്തിന്റെ വില $5,000 വരെ എത്തുമെന്ന് പ്രവചിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 89-88 നിലവാരത്തിലേക്ക് താഴ്ന്നാൽ സ്വർണ്ണവില വീണ്ടും ഉയരുന്നത് കൂടും. ഇതിനു പുറമെ ഇന്ത്യയിലെ വിവാഹ സീസൺ ആവശ്യകത 300 മുതൽ 400 ടൺ വരെ ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു. നവംബർ-ഡിസംബർ മാസങ്ങൾ ഇന്ത്യയിലെ ശക്തമായ വിവാഹ സീസണാണ്. 3-4 ലക്ഷം വിവാഹങ്ങൾ ഈ കാലയളവിൽ പ്രതീക്ഷിക്കുന്നു. ഒരു വിവാഹത്തിന് ശരാശരി 50 മുതൽ 100 ഗ്രാം സ്വർണം വാങ്ങുന്നുവെന്നാണ് കണക്ക്. ഇങ്ങനെ കണക്കാക്കിയാൽ ആകെ ആവശ്യകത 300 മുതൽ 400 ടൺ ആകും. ക്രിസ്മസ്, പുതുവത്സരം, പൊങ്കൽ എന്നിവയും ചേരുമ്പോൾ ഡിമാൻഡ് 50% വർദ്ധിക്കും. ഇറക്കുമതി 20% കൂടും. സ്വാഭാവികമായും ഇത് വിലയെ വലിയ തോതിൽ സ്വാധീനിക്കും. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ഈ സീസണിലെ 8 മുതൽ 12% വരെ ലാഭം പ്രതീക്ഷിക്കാം. മറുവശത്ത് വില കുറയാനുള്ള സാഹചര്യവും ഇല്ലാതില്ല. ദീപാവലി ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, US സാമ്പത്തിക ഡയറ്റിലെ മെച്ചപ്പെടൽ, ഡോളറിന്റെ ശക്തി എന്നിവ താൽക്കാലിക താഴ്ചയ്ക്കും കാരണമാകാം.